ഹലോ ഫ്രണ്ട്സ്, KKC ഫാം വ്ലോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ലെസോട്ട വാക്സിൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ്. നമ്മുടെ വീടുകളിൽ വളർത്തുന്ന കോഴിക്കുഞ്ഞുങ്ങൾക്കും പ്രാവുകൾക്കും ലെസോട്ട വാക്സിൻ എടുക്കാവുന്നതാണ്. അപ്പോൾ ലെസോട്ട വാക്സിൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള ഒരു ചെറിയ വീഡിയോ നിങ്ങളിലേക്ക് ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞാൻ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായി നമ്മൾ ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയതിന് ശേഷം നമ്മൾക്ക് ആവശ്യമുള്ള ഡോസേജിൽ ലെസോട്ട വാക്സിൻ വാങ്ങാവുന്നതാണ്. അവിടെ 100 മുതൽ 1000 ഡോസേജിൽ വരെയുള്ള വാക്സിനുകൾ ലഭ്യമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ആവശ്യമനുസരിച്ച് നിങ്ങൾക്ക് ഡോസേജുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 100 ഡോസേജിൻ്റെ വാക്സിനാണ് വാങ്ങിയിരിക്കുന്നത്. വാക്സിൻ വാങ്ങുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അത് മിക്സ് ചെയ്യുന്ന ലിക്വിഡും അതുപോലെ 2.5 ml ഒരു സിറിഞ്ചും നിർബന്ധമായും വാങ്ങേണ്ടതാണ്. വാക്സിൻ വാങ്ങി ഐസിട്ട കവറിൽ സൂക്ഷിക്കുകയോ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയോ ചെയ്യേണ്ടതാണ്. ചൂടത്തിരുന്ന് കഴിഞ്ഞാൽ വൈറസുകൾ നശിച്ചു പോവുകയും വാക്സിൻ പ്രയോജനമില്ലാതായിത്തീരുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് വാക്സിൻ മിക്സ് ചെയ്യേണ്ടതെന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. വീഡിയോ ശ്രദ്ധിച്ച് കാണുക. ആദ്യമായി ഫ്രിഡ്ജിൽ നിന്നും വാക്സിൻ എടുത്തതിന് ശേഷം നമ്മളുടെ വാക്സിൻ്റെ മൂടി ചെറുതായി ഇളക്കുക. അതിനുശേഷം ലിക്വിഡ് തുറന്നതിന് ശേഷം സിറിഞ്ച് വഴി 1 ml ലിക്വിഡ് എടുക്കുക. പൗഡർ രൂപത്തിലിരിക്കുന്ന വാക്സിൻ കുപ്പിയിലേക്ക് ലിക്വിഡ് ഇഞ്ചക്റ്റ് ചെയ്യുക. നല്ലതുപോലെ കുലുക്കിയ ശേഷം വീണ്ടും അതിൽ നിന്നും സിറിഞ്ച് വഴി പൂർണ്ണമായും ലിക്വിഡ് സിറിഞ്ചിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. വീഡിയോയിൽ വ്യക്തമായി കാണിക്കുന്നുണ്ട്. പൂർണ്ണമായും ലിക്വിഡ് സിറിഞ്ചിലേക്ക് എടുത്തതിന് ശേഷം നമ്മുടെ ലിക്വിഡിലേക്ക് അത് ഇഞ്ചക്റ്റ് ചെയ്യുക. അതിനുശേഷം ചെറുതായി ഒന്ന് മിക്സ് ചെയ്യുക. ഇവിടം കൊണ്ട് ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ വാക്സിൻ ഇപ്പോൾ പൂർണ്ണമായി കഴിഞ്ഞു. 2 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ വാക്സിൻ കോഴിക്കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ടതാണ്. അല്ല എന്നുണ്ടെങ്കിൽ വൈറസ് നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ചൂടുള്ള സമയങ്ങളിൽ വാക്സിനുകൾ ഉപയോഗിക്കാതിരിക്കുക. ഒന്നുകിൽ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലോ വാക്സിൻ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വാക്സിനുകൾ എന്തിനാണ് കോഴിക്കുഞ്ഞുങ്ങളിൽ അല്ലെങ്കിൽ പ്രാവുകളിൽ എടുക്കുന്നത് എന്ന് വെച്ചാൽ ന്യൂകാസിൽ ഡിസീസ് അല്ലെങ്കിൽ റാണിക്കേറ്റ് രോഗം തടയുന്നതിന് വേണ്ടിയിട്ടാണ് ലെസോട്ട വാക്സിൻ ഉപയോഗിക്കുന്നത്. ലെസോട്ട വാക്സിൻ്റെ ഉപയോഗം മൂലം നമ്മളുടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് നല്ല പ്രതിരോധ ശേഷി ഉണ്ടാവുകയും റാണിക്കേറ്റ് രോഗം തടയുന്നത് വഴി മരണനിരക്ക് കുറയുകയും ചെയ്യുന്നു. നല്ല ആരോഗ്യമുള്ള വളർച്ചാ നിരക്ക് കോഴിക്കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്നു. ഇതൊക്കെയാണ് ലെസോട്ട വാക്സിൻ എടുക്കുന്നത് മൂലമുള്ള പ്രയോജനങ്ങൾ. ലെസോട്ട വാക്സിൻ 2 രീതിയിൽ എടുക്കാവുന്നതാണ്. ഒന്നുകിൽ കുടിവെള്ളത്തിൽ കലർത്തി കൊടുക്കുകയോ അല്ലെങ്കിൽ കണ്ണുകളിലും മൂക്കുകളിലുമായി നൽകപ്പെടുകയോ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എൻ്റെ സെക്കൻഡ് ബാച്ചിലുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ്. ഇതിൽ 2 താറാവ് കുഞ്ഞുങ്ങളുമുണ്ട്. ഇപ്പോൾ ഇതിന് 2ാമത്തെ ഡോസേജാണ് ഞാൻ നൽകാൻ പോകുന്നത്. ഞാൻ നൽകുന്ന രീതി എന്ന് പറയുന്നത് ഇപ്പോൾ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കോഴിക്കുഞ്ഞിനെ പിടിച്ചതിന് ശേഷം കണ്ണിൽ 1 തുള്ളിയും മൂക്കിൽ 1 തുള്ളിയും എന്നുള്ള രീതിയിൽ വാക്സിൻ ഞാൻ നൽകുന്നു.
ചില വലിയ ഫാമുകളിൽ ഇങ്ങനെയല്ല ചെയ്യുന്നത്. അവർ കുടിവെള്ളത്തിലാണ് വാക്സിൻ നൽകുന്നത്. 2 മണിക്കൂർ മുമ്പ് അവർ കൂടുകളിൽ നിന്നും കുടിവെള്ളം മാറ്റുകയും 2 മണിക്കൂറിന് ശേഷം വാക്സിൻ കലർത്തിയ വെള്ളം കുടിക്കാനായി വെച്ച് നൽകുകയും ചെയ്യുന്നു. കോഴിക്കുഞ്ഞുങ്ങൾ ഈ വെള്ളം കുറഞ്ഞത് 2 മണിക്കൂറിന് മുമ്പ് തന്നെ കുടിക്കേണ്ടതാണ്. 2 മണിക്കൂർ കഴിയുമ്പോൾ ഈ വാക്സിൻ കലർത്തിയ വെള്ളം എടുത്തു മാറ്റുകയും ചെയ്യുന്നു. ഇതാണ് മറ്റൊരു രീതി. അങ്ങനെ ഈ 2 രീതികളും നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴൊക്കെയാണ് വാക്സിൻ നൽകേണ്ടത്? കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയതിന് ശേഷം 5 മുതൽ 7 ദിവസത്തിനുള്ളിൽ ആദ്യത്തെ ഡോസും 21 മുതൽ 28 ദിവസത്തിനുള്ളിൽ സെക്കൻഡ് ഡോസ് ബൂസ്റ്ററും നൽകേണ്ടതാണ്. പിന്നീട് 2-3 മാസം കൂടി ഇരിക്കുമ്പോൾ വാക്സിൻ നൽകിയാൽ മതിയാവും. അപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലുള്ള നല്ല വീഡിയോകൾ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. നന്ദി.